السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه وأتباعه الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة. صدق الله المولان العظيم. ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകം സംഘടിപ്പിച്ചിട്ടുള്ള വെളിച്ചമാണ് തിരുദൂതർ എന്ന വിഷയത്തെ അപഗ്രഥിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ബഹുജന സംഗമത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന യോഗാധ്യക്ഷൻ അബ്ദുൽ ഹക്കീം നദ്വി സാഹിബ്, ഈ യോഗത്തെ ഔപചാരികപരമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പി മുജീബുർ റഹ്മാൻ സാഹിബ്, ജമാഅത്ത് ഇസ്ലാമി കേരള ഘടകം അമീർ സാഹിബ്, പ്രഭാഷണം നടത്തിയ അബീദ അഹമ്മദ്, ഇനിയും തുടർന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ള ശിഹാബ് പൂക്കോട്ടൂർ, അഷ്റഫ് ബായാർ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, വളരെയേറെ പ്രശംസനീയമായ കാലഘട്ടത്തിൻ്റെ കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംഗമമായി ഞാനിതിനെ കാണുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിമീങ്ങളേടത് മാത്രമാണ് എന്നുള്ള ഒരു വിശ്വാസം മാറ്റിവെച്ചുകൊണ്ട് ക്രൈസ്തവ ഹൈന്ദവ മതവിഭാഗത്തിൻ്റെയും മതമില്ലാത്തവരുടെയും ഒക്കെ പ്രവാചകനായിട്ടാണ് അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് എന്നുള്ള അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാട് എൻ്റെ സഹോദരി സഹോദരന്മാരിൽ ഉണ്ടാവേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് 900 വർഷത്തിനപ്പുറത്ത് മുമ്പ് ലോകത്ത് കടന്നുപോയ ചരിത്രത്തെ വളരെ കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു മഹാവ്യക്തിത്വമുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി എന്നാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാണ് ചരിത്രം അദ്ദേഹത്തെ പേരിട്ട് വിളിക്കുന്നത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ അന്നത്തെ ലോകത്തിൻ്റെ സർവനിയന്ത്രണവും തൻ്റെ കാൽ കീഴിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ലോകസഞ്ചാരം നടത്തി ലോകത്തിൻ്റെ വിവിധ മേഖലകളെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അദ്ദേഹം നമ്മുടെ മതേതര ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ, അന്നത്തെ ഭാരതത്തിൻ്റെ കിഴക്കൻ പ്രദേശമായിരുന്ന പാകിസ്ഥാനിലെത്തുകയും പാകിസ്ഥാൻ ഭരിക്കുകയും ചെയ്തുവെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചരിത്ര രേഖകളിൽ അദ്ദേഹം വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. ലോകം മുഴുവനും കീഴ്പ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച ആ മഹാവ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ, അഭിലാഷത്തിൻ്റെ ജീവിത ചിന്തയിൽ നിന്നും മാറ്റിവെച്ചിരുന്ന ഒരു പ്രദേശമുണ്ടായിരുന്നു. ആ പ്രദേശത്തെ കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട്. ആ പ്രദേശത്തിൻ്റെ പേരാണ് ഇന്ന് നമ്മൾ മക്കയും മദീനയും കൂടിച്ചേരുന്ന ഹിജാസ് എന്ന് പറയപ്പെടുന്ന പ്രദേശം. അതിന് പ്രത്യേക ചില കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിന് ആ പ്രദേശത്തെ കീഴ്പ്പെടുത്തിയത് കൊണ്ട് യാതൊരുവിധമായ പ്രയോജനവുമില്ല. ലോകത്തൊരു ഭരണാധികാരിക്കും കീഴ്പ്പെടുത്തപ്പെടാൻ പറ്റുന്ന സാമൂഹ്യ സാഹചര്യത്തിലോ ചിന്താഗതികളിലോ ഉള്ള ഒരു ജനതയായിരുന്നില്ല ആ കാലഘട്ടത്തിലെ ആ പ്രദേശത്തുള്ളവർ. അതുകൊണ്ട് തന്നെ ഹിജാസ് എന്ന് പറയുന്ന മക്കയും മദീനയും ഉൾപ്പെടുന്ന പ്രദേശത്തെ ഭരണ സംവിധാനം തൻ്റെ കാൽ കീഴിൽ വരണമെന്ന് ആഗ്രഹിക്കാതെ പോയ ലോക ചക്രവർത്തിമാരിൽ ഒരാളായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി എന്ന് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഞാനിത് പറയാനുള്ള സാഹചര്യം,
അത്രയേറെ മലീമസമായിരുന്ന, അത്രയേറെ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പ്രത്യേകമായ ജീവിതശൈലിയെ പിന്തുടർന്നു വന്നിരുന്ന ഒരു ജനസമൂഹത്തെ ആണ് ഈ ഹിജാസ് എന്ന് പറയുന്ന ആ പ്രദേശം ഉൾക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അവിടേക്കാണ് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ കൃത്യമായി അള്ളാഹു നിയോഗിക്കുന്നത് എന്നുള്ളത് ചരിത്ര വായനയിൽ അടിവരയിടേണ്ടുന്ന ഒരു പ്രത്യേക പോയിന്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കപ്പെടുന്ന സാഹചര്യം മക്കയുടെ, മദീനയുടെ അന്നത്തെ ആ സാഹചര്യത്തെ കുറിച്ച് ചരിത്രകാരന്മാർ ഡാർക്ക് ഏജ് എന്ന് പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ 3 ഡബ്ല്യുകളായിരുന്നു ആ പ്രദേശത്തെ ജനങ്ങളെ, അവരുടെ ജീവിതത്തെ ഹഠാതാകർഷിച്ചതെന്നുള്ളതാണ്. വാർവയിൻ വുമൺ എന്നുള്ളതാണ് ആ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ. മദ്യവും പെണ്ണും യുദ്ധവും. അത്രയേറെ മലീമസമാക്കപ്പെടുന്ന മാനസികാവസ്ഥയിൽ ഒരു ജനസമൂഹത്തിന്റെ മുമ്പിലേക്കാണ് വളരെ പരിമിതികൾ ഉണ്ടായിരുന്ന നിരക്ഷരനായ ഒരു പ്രവാചകനെ നിയോഗിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ജനങ്ങളുടെ മുമ്പിൽ വെച്ച പ്രമേയം ഇതായിരുന്നു: ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മക്കയിലെ ജനങ്ങളോട്, മദീനയിലെ ജനങ്ങളോട്, ലോകാവസാനം വരെ വരാൻ പോകുന്ന എല്ലാ വിഭാഗം വരുന്ന ആദമിന്റെ മക്കളോട്, മുസ്ലിമീങ്ങളോട് തന്നെയല്ല, ആകാശത്തിന് കീഴെ ഭൂമിയുടെ പുറംതൊലിക്ക് മുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരായ മുഴുവൻ പേരോടും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വെച്ച സന്ദേശം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പ്രവാചകന്റെ ജീവിത മാർഗത്തിൽ ഉന്നതമായ മാതൃക നിങ്ങൾക്കുണ്ട്. കുട്ടികൾക്ക്, എല്ലാവർക്കും, സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക്, ജീവിതത്തിന്റെ വൈവിധ്യമാർന്ന മേഖലകളിൽ ഇടപെടുന്നവർക്കൊക്കെയും കൃത്യമായ രീതിയിലുള്ള ജീവിത ലക്ഷ്യത്തെ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വഭാവ സഹിഷ്ണുതയാണ് പ്രവാചകൻ ലോകത്ത് കാഴ്ചവെക്കുന്നതെന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രമേയം മുമ്പിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ പ്രവർത്തിച്ചു. 21 വർഷക്കാലം. 21 വർഷക്കാലം എന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യന്റെ, ഒരു പുരുഷായസിന്റെ കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു ഭാഗമാണ്. ഒന്നുമല്ലാത്തൊരു ഭാഗം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിമിതികൾ വളരെ വിശാലമാണ്. ജനിക്കുന്നതിന് മുമ്പ് പിതാവ് നഷ്ടപ്പെട്ടു. ജനമധ്യത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് മാതാവ് നഷ്ടപ്പെട്ടു. നാടിനും നാട്ടുകാർക്കും നയനബന്ധുവായ അബൂ താലിബിന്റെയും അബ്ദുൽ മുത്തലിബിന്റെയും ലാളനയിൽ, പരിണകനയിൽ വളർന്നു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആട്ടിടയനായി മാറി. നബി തങ്ങൾ കച്ചവടക്കാരനായി മാറി. 40 വയസ്സ് വരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അനാഥത്വം പേറുന്ന, അശരണരുടെയും കഷ്ടപ്പെടുന്നവരുടെയും മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്തിന് മുമ്പ് തന്നെ ഒരു മാതൃക കാണിച്ചു കൊടുത്ത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ 63 വയസ്സ് കാലഘട്ടം, അതിനിടയിൽ 23 വർഷ കാലഘട്ടം, 20,330 ദിവസവും 6 മണിക്കൂറുമാണ് പ്രവാചകൻ ലോകത്ത് ജീവിച്ചത്. കൃത്യമാണ് അജണ്ട. ഈ ഒരു നൂറ്റാണ്ടിന് മുമ്പ് ജീവിച്ചിരിക്കുന്ന മഹാവ്യക്തിത്വങ്ങളെ കുറിച്ച് കൃത്യമായി അവരുടെ ഡാറ്റ രേഖപ്പെടുത്താൻ കഴിയാത്ത പ്രത്യേക ആധുനിക സാഹചര്യമാണുള്ളത്. ഇവിടെയാണ് 15 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഭൗതികമായ സയൻസും ടെക്നോളജിയും ഒന്നും കണ്ടുപിടിക്കപ്പെടാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ മണിക്കൂറുകൾ രേഖപ്പെടുത്തപ്പെടുന്നത്. 20,330 ദിവസവും 6 മണിക്കൂറും ജീവിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടയിൽ ഹിജ്റയുണ്ടായി. അതിന് ഷൈബ അബി താലിബിന് ഉപരോധമുണ്ടായി. ഇതിന്റെ ഇടയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമരമുഖങ്ങളിൽ സജീവമായി നിന്നു. തന്റെ ജീവിതത്തിന്റെ വൈവിധ്യമാർന്ന മേഖലകളിൽ തീക്ഷണമായ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച റസൂൽ ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം ലോകത്ത് സമർപ്പിച്ചു. ഉത്തമമായ സ്വഭാവ മഹിമയുടെ മഹിതമായ മാതൃകയിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിനെ പ്രബോധനം നടത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല 23 വർഷ കാലഘട്ടം കൊണ്ട് മക്കയിൽ നിന്നും മദീനയിലേക്ക് പരിശുദ്ധ ദീൻ കടന്നു ചെന്നു. മദീനയിൽ നിന്നും അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടമായപ്പോ ഇസ്ലാമിന്റെ ക്യാപിറ്റൽ കൂഫയിലേക്ക് മാറ്റപ്പെട്ടു. ഇറാഖിലെ കൂഫയിലേക്ക് മാറ്റപ്പെട്ടു. മുആവിയ റളിയല്ലാഹു തആലയുടെ കാലഘട്ടമായി കഴിഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ ക്യാപിറ്റൽ ഡമസ്കസിലേക്ക് മാറ്റപ്പെട്ടു. ആ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമികപരമായ സന്ദേശം ഇന്ത്യയുടെ വ്യത്യസ്ത മേഖലകളിൽ, ലോകത്തിന്റെ നാനാ മേഖലകളിലും എത്തപ്പെട്ടു. എന്തായിരുന്നു അതിന് കാരണം? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹു നൽകിയ അംഗീകാരമായിരുന്നു. 23 വർഷക്കാലത്തെ ജീവിതത്തെ പൂർത്തീകരിക്കപ്പെട്ടപ്പോ അല്ലാഹു ഒരു സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. ഉത്തമ സമുദായം ഈ പ്രപഞ്ചത്തിൽ നിങ്ങളാണെന്ന് പറയുവാനുള്ള അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല
പ്രവാചകനും അനുയായികൾക്ക് നൽകി. ആ ഉത്തരവാദിത്തത്തിന്റെ പരിശുദ്ധതയിൽ പേറിക്കൊണ്ടാണ് ഇസ്ലാമിക സമൂഹം ഇന്നും സഞ്ചരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നൽകും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഡ്രസ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് നിങ്ങൾ ഉത്തമ സ്വഭാവത്തിന്റെ മേലാണെന്നുള്ളതാണ്. ഈ ഉത്തമ സ്വഭാവമായിരുന്നു, ഈ സഹിഷ്ണുതയുടെ സ്വഭാവമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് കാഴ്ചവെച്ചത്. ചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾക്ക് ഒരുപാട് ഉപമകൾ കാണാൻ സാധിക്കും. ഈ പ്രവാചകന്റെ ഉത്തമ സ്വഭാവത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഞാൻ നേരത്തെ പറഞ്ഞു പരിമിതികൾ ഒരുപാടുണ്ടായിരുന്നു. പരിമിതികൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനാഥത്വത്തിന്റെയും കഷ്ടപ്പാടിന്റെയും തീക്ഷ്ണമായ മുൻപിൽ നിന്നുകൊണ്ടായിരുന്നു ഇസ്ലാമിക പ്രബോധനം നടത്തിയത്. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വന്തക്കാർ പ്രവാചകന് സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ്. സ്വഭാവ സവിശേഷതയിൽ സ്വന്തക്കാർ സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ്. ആരാണ് ഈ സ്വന്തക്കാർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കിടപ്പറ പങ്കിട്ട ഖദീജ ബീബിയാണ് ഒന്നാമത്തെ സാക്ഷ്യപത്രം. 15 വർഷക്കാലത്തോളം പ്രവാചകന്റെ നുബുവത്ത് കിട്ടുന്ന സാഹചര്യത്തിൽ ഖദീജ ബീബിക്ക് 55 വയസ്സാണ്. 55ാമത്തെ വയസ്സിലാണ് പ്രബോധനത്തിന്റെ അവകാശം ലഭ്യമായപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിടപ്പറ പങ്കിട്ട സ്വന്തം ഭാര്യ, എന്റെ ഭാര്യ എന്നെ കുറിച്ച് നല്ലത് പറയണമെന്നില്ല, ചില നെഗറ്റീവുകൾ പറയും. നമ്മൾ ഓരോരുത്തരുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ ബീബി സാക്ഷ്യം വഹിക്കുകയാണ്, അങ്ങ് ഉത്തമനാണ്, അങ്ങ് ഉദാത്തനാണ്, അങ്ങ് സാമൂഹ്യപരമായ വ്യവസ്ഥകളുടെ കൃത്യമായ രീതിയിൽ കൃത്യമായി പരിഗണിക്കപ്പെടാൻ പറ്റുന്ന ജീവിതമാർഗം കാണിച്ചു കൊടുക്കുന്ന ആളാണ്. ഷഹാദത്ത് ചെല്ലുകയാണ്. സ്വഭാവ സവിശേഷതയിലൂടെ അള്ളാഹുവിന്റെ ദീൻ വിപുലമാക്കപ്പെടുന്ന കാഴ്ച. രണ്ടാമത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളെക്കാൾ 2 വയസ്സ് പ്രായം കുറവാണ്. കൂടത്തിൽ സഹകരിച്ചിരുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രബോധന ദൗത്യമായി കടന്നു വന്നപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഉദാത്തനായ സൽഗുണ സമ്പന്നനായ എന്റെ സഹയാത്രികനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നോളം കള്ളം പറയാൻ പറ്റാത്ത മുഹമ്മദ് നബിയെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. സയ്യിദ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഖാദിമായിരുന്നു, സേവകനായിരുന്നു. ഒരു സേവകൻ, നമ്മുടെ കടയിൽ പണിയെടുക്കുന്ന ഒരു സേവകൻ, നമ്മുടെ കൂടത്തിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആ വീട്ടുകാരെ കുറിച്ച്, കടമയുടെ ഉടമസ്ഥനെ കുറിച്ച് ഏതെങ്കിലും നെഗറ്റീവ് പോയിന്റ് പറയാതിരിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടത്തിൽ നിന്ന സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്താണ്? എന്റെ കൂടത്തിൽ നിന്ന് എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമകൾ എല്ലാ വിഷയത്തിലും മാതൃകാ പുരുഷനാണ്. ഞാനിതാ ഷഹാദത്ത് ചൊല്ലുന്നു. സ്വഭാവ സഹിഷ്ണുതയുടെ ഉദാത്തമായ മാതൃകയിൽ പ്രവാചകൻ ഇസ്ലാമിക നവോത്ഥാനത്തെ ചലിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. അലി റളിയല്ലാഹു തആലയെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം, സ്വന്തക്കാരനാണ്, ബന്ധുവാണ്, നബിയുടെ തണലിൽ വളർന്ന ആളാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കാം. പക്ഷേ ഈ 3 പേരുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളെ, ശത്രുക്കൾ ഇന്നക ലഅലാ ഖുലുഖിൻ അലീം, സ്വഭാവ ശുദ്ധിയെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ശത്രുക്കളോട് പറഞ്ഞത് എന്താണ്? ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവിച്ചത് എങ്ങനെയെന്ന് പച്ചയായ ഒരു വെളിച്ചമാണ്, പച്ചയായ ഒരു പരമാർത്ഥമാണ്. അവരൊക്കെ പറഞ്ഞത് എന്താണ്? പല ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് പ്രവാചകനെ കുറിച്ച്. കവിയാണെന്നും ആഭിജാതക്കാരനാണെന്നും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ശത്രുക്കൾ ധാർമ്മിക സദാചാര രംഗത്ത് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മോശക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുത. ഇന്ന് വരെ ഇസ്ലാമിക സമൂഹം മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ശത്രുക്കൾ പോലും മാറ്റിമറിക്കപ്പെടാൻ പറ്റാത്ത ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അത്രത്തോളം ഉദാത്തമായ സ്വഭാവത്തിന്റെ ഉത്കൃഷ്ടമായ മാതൃകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കാലം സാക്ഷിയായിരുന്നു പ്രവാചകന്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിന്റെ 40 വയസ്സുകാലം ഞാനൊരു പ്രവാചകനാകാൻ തയ്യാറെടുക്കുകയാണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. പ്രവാചകത്വം ലഭ്യമാകുന്നതിന്റെ തലേ ദിവസം പോലും, അതിന് തൊട്ട് മുമ്പുള്ള മണിക്കൂർ പോലും ഞാൻ ഒരു പ്രവാചകനാകാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രീതിയിലാണ് ലോകത്തോട് സംവദിച്ചു കൊണ്ടിരുന്നത്. മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഭാവത്തിലൂടെ തയ്യാറായതെന്ന് നമുക്ക് സാധിക്കുന്നതാണ്. ചുറ്റുപാടുകൾ സാക്ഷ്യം വഹിച്ച നബി തങ്ങളോട് മക്കയിലെ 13 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാട്ടുകാരായ ഗോത്രക്കാരുടെ ഇടയിൽ നിന്നാണ് പ്രവർത്തിച്ചത്. ഏതെങ്കിലും ഒരു നേതാവിന് സ്വന്തം പ്ലേസിൽ, സ്വന്തം നാട്ടിൽ, പിറന്ന മണ്ണിൽ അനുയായികളെ എതിർപ്പില്ലാതെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. അടുത്ത നാട്ടിൽ
വളരെ വലിയ നേതാവായി മാറാൻ സാധിക്കും. പക്ഷെ സ്വന്തം നാട്ടിൽ അന്വേഷിക്കുമ്പോഴാണ് മോശക്കാരനാണെന്ന് പറയുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ നാട്ടുകാർ അസ്സാദിഖ് അൽ അമീൻ എന്നാണ് വിളിച്ചത്. ശത്രുക്കളും മിത്രങ്ങളും വിളിച്ചത് സ്വന്തം നാട്ടിൽ, മറുനാട്ടിലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശൈശവം മുതൽ കൗമാരം മുതൽ മധ്യവയസ്സ് വരെ ആ സ്വഭാവശുദ്ധിയുടെ വിശുദ്ധിയിലാണ് വളർന്നു വന്നതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവശുദ്ധി അത്രത്തോളം മഹിതമായിരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്കറിയാം, നബി തങ്ങളുടെ ഒരിക്കൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിതരായ ജനസമൂഹം ധാർമ്മിക രംഗത്ത് അങ്ങ് പറയുന്നിടത്ത് അങ്ങയിൽ മാറ്റമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും കാര്യങ്ങൾ നിരോധിക്കുന്ന സമയത്ത് ആ കാര്യം അങ്ങയിലുണ്ട് എന്ന് പറഞ്ഞ ഒരു ചരിത്രം കാണാൻ സാധ്യമല്ല. നിരോധിക്കപ്പെടുന്ന കാര്യങ്ങൾ പ്രവാചകന് മാതൃകയായിരുന്നു. ഉപദേശിക്കുന്ന കാര്യങ്ങളിൽ പ്രവാചകന് മാതൃകയായിരുന്നു. കാലം സാക്ഷിയാണ്. വാക്കും പ്രവൃത്തിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേ പ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, തങ്ങളുടെ കരാർ പൂർത്തീകരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ മാതൃക കാണിച്ചു. ചരിത്രം വിശാലമായതൊന്നും അങ്ങോട്ട് പോകുന്നില്ല, സമയവും കുറവാണ്. ഹുദൈബിയ സന്ധി നമ്മൾ കണ്ടതാണ്. ഹുദൈബിയ സന്ധിയുടെ സമയത്ത് നബി തങ്ങളോടൊപ്പം 14,000-ഓളം വരുന്ന സൈന്യമുണ്ട്. സർവായുധ വിഭൂഷകരാണ്. തന്റെ ഇടമുള്ള ആർജവമുള്ള നബി തങ്ങളുടെ മുമ്പിൽ സർവ്വതും സമർപ്പിക്കാൻ തയ്യാറുള്ളവരാണ്. ആ സമയത്താണ് ഈ കരാർ നടത്തുന്നത്. എന്ത് ലോകത്ത് കേട്ടുകേൾപ്പി പോലും ഇല്ലാത്ത കരാർ. ഞങ്ങളുടെ കൂടത്തിൽ നിന്നും കുഫാറുകളുടെ കൂടത്തിൽ നിന്നും ഒരാൾ ഇസ്ലാമിക പക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടയാക്കണം. അതേസമയം മുസ്ലിമായ പക്ഷത്തു നിന്നും മുസ്ലിം പക്ഷത്തു നിന്നും ഒരാൾ ഞങ്ങളുടെ പക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചാക്കില്ല എന്ന് പറയുന്ന ഏകപക്ഷീയമായ കിരാതമായി ഇന്ന് ഇസ്രായേലൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഏകപക്ഷീയമായ കരാറ് പോലത്തെ പൗരാണികമായ ഒരു കരാർ. ഈ കരാർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോ ആണ് അബൂജന്തൽ റളിയല്ലാഹു തആല അൻഹു വരുന്നത്. ശരീരമാകെ പൊട്ടിയൊലിക്കുന്ന രക്തത്തോടുകൂടി ബന്ധനസ്ഥനാക്കപ്പെടുന്ന ചങ്ങല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് മഹാനായ അബൂജന്തൽ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രവാചകനായ, തന്റെ ചങ്കില ചോരയായ മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അഭയം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹുദൈബിയയിലേക്ക് വരുന്നത്. റസൂലുള്ളാഹിയുടെ മുമ്പിൽ കെഞ്ചി കേണു, അവിടത്തെയോട് പറഞ്ഞു, ഞാൻ ഈ വേദന അനുഭവിക്കുന്നത് അങ്ങേക്ക് വേണ്ടിയിട്ടാണ്, അങ്ങനെ കൊണ്ടുപോകണം. വിശ്വവിമോചകനായ ഇസ്ലാമിക സംസ്കാരത്തിന്റെയും ലോക സാമൂഹിക വ്യവസ്ഥയുടെയും നെടുനായകത്വം വഹിക്കുന്ന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മോനെ അബൂജന്തൽ, അങ്ങ് തിരിച്ചു പോകണം. ഞാൻ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. എനിക്ക് വേണമെങ്കിൽ ഈ കരാർ ഇവിടെ ലംഘിക്കാം. മുഹമ്മദ് നബിക്ക് 14,000-ഓളം വരുന്ന സർവായുധ വിഭൂഷകരായ തന്റെ ഇടമുള്ള സൈന്യം സഹാബത്ത് നബി തങ്ങളോടൊപ്പം ഉണ്ട്. നബി തങ്ങൾ അവിടെ കരാർ എന്ന് പറയുന്ന വ്യവസ്ഥിതിക്ക് അവിടെ അതിന്റെ പൂർത്തീകരണത്തിനാണ് അടിവരയിട്ടത്. ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഇങ്ങനെ സംഭവമുണ്ടോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടുത്തുയർത്ത ഒരു പുതിയ സമൂഹം, ആ സമൂഹത്തിന്റെ വ്യവസ്ഥിതി എന്ന് പറയുന്നത്, അടിസ്ഥാനം എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടുത്തുയർത്ത സ്വഭാവ സെക്ഷൻ നമ്മൾ വരണം ഈ രംഗത്തേക്ക്. സ്വഭാവത്തിൽ നമ്മൾ നന്നാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകന്റെ സവിധത്തിലേക്ക് ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു കുലമുന്തിരിയുമായി ഒരു അറബി വരികയാണ്. ഒരു കുലമുന്തിരിയുമായി ഒരു തളുകയിൽ, ഒരു ബൗച്ചിൽ ഒരു അറബി വരികയാണ്. സഹാബത്തിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വളരെ സന്തോഷത്തോടു കൂടി ഈ അറബി കൊണ്ട് കൊടുത്തു. അതെടുത്ത് നബി തങ്ങൾ ഭക്ഷിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഓരോന്ന് ഭക്ഷിക്കുന്നു. ഭക്ഷിച്ച് നബി തങ്ങൾ ചിരിക്കുന്നുണ്ട്. ഭക്ഷിച്ചതിന് ശേഷം അത് തീർന്നുപോയി. ഈ മനുഷ്യൻ സന്തോഷത്തോടെ തിരിച്ചുപോയി കഴിഞ്ഞപ്പോൾ സഹാബത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നബിയെ, അങ്ങ് ഇതുവരെയും പ്രവർത്തിക്കാത്ത ഒരു കാര്യമാണല്ലോ ചെയ്തത്. അങ്ങയുടെ മുമ്പിൽ എന്ത് വന്നാലും ഞങ്ങൾക്ക് ഷെയർ ചെയ്യുമായിരുന്നല്ലോ. എന്താണ് അങ്ങ് ഇത് ഷെയർ ചെയ്യാതെ കഴിച്ചത്? മുത്ത് ഹബീബ്, ലോകത്തിന്റെ പ്രവാചകൻ, എന്നെന്നും മാതൃകയാക്കേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ചെങ്കിൽ തറക്കുന്നൊരു വാക്കാണ്. റസൂല് പറഞ്ഞു, ആ മുന്തിരി ചമർപ്പുള്ള മുന്തിരിയായിരുന്നു. അതിന് പുളിയായിരുന്ന മുന്തിരിക്ക് ഞാൻ എങ്ങാനും നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ നിങ്ങളുടെ മുഖത്ത് അതിന്റെ എക്സ്പ്രഷൻ ഉണ്ടാവും. പുളിയുള്ള മുന്തിരി കഴിക്കും, അങ്ങനെയാണല്ലോ, അതിന്റെ ഭാവവ്യത്യാസം ഉണ്ടാകും. ആ ഭാവവ്യത്യാസം കടന്നു വന്ന അറബിയുടെ ഹൃദയത്തിൽ വേദന സൃഷ്ടിക്കുമെന്നുള്ള ആ ഒരു തോന്നലാണ് നിങ്ങൾക്ക് ഞാൻ ആ മുന്തിരിക ഷെയർ ചെയ്യാത്തതെന്ന് പറയുന്ന ആ ഉദാത്തമായ രീതിയിലുള്ള ആ സ്വഭാവ രീതി ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര സുന്ദരം, എത്ര മനോഹരം. ഞാനൊരു കാര്യം കാലികമായി പറയട്ടെ. ഈ അടുത്ത കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ മുറുകെ പിടിക്കുന്ന ഒരു സമൂഹത്തെ ആ നബി എന്ന് പറയുന്ന ദാർശനികനും അത് സ്വാത്വികനും അതുപോലെ ആത്മീയതയുടെ മഹിതമായ മാതൃക സൃഷ്ടിക്കുന്ന
ആ പ്രവാചകന്റെ ജീവിത ദർശനത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തും 240 കോടി വരുന്ന മുസ്ലിംമാരിൽ ഒരു 150 കോടി മുസ്ലിംമാർ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രസക്തമായ സന്ദേശം. ഈ അടുത്തൊരു ദിവസം ഞാൻ ഒരു സഹോദരനെ കണ്ടു. ആ സഹോദരൻ ഫ്രൂട്ട്സ് കച്ചവടക്കാരനാണ്. ആ സഹോദരന്റെ മുമ്പിൽ ഫ്രൂട്ട്സിന്റെ വില ചോദിച്ചുകൊണ്ട് ഒരു അമുസ്ലിം സഹോദരൻ വന്ന് നിൽപ്പുണ്ട്. ആപ്പിളിന്റെ വില 250, മുസംബിയുടെ വില ഇന്നത് പറഞ്ഞു, മറ്റു വിലകൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പർദ്ദയിട്ട ഒരു പെണ്ണ്, ഒരു സഹോദരി ആ കടയിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി വരുന്നത്. ആ സഹോദരി വന്നുകൊണ്ട് ചോദിച്ചു, എന്താണ് ഈ ആപ്പിളിന്റെ വില എന്താണ്? പഴയ സഹോദരനോട് 250 കിലോ പറഞ്ഞ ആ ആപ്പിളിന് തന്നെ ഈ സഹോദരൻ പറയും 50 രൂപയാണ് ഈ ആപ്പിളിന്റെ വില. സ്വാഭാവികമായി കേട്ടുനിന്ന ആ സഹോദരന് ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന വികാരവും അതുപോലെ എതിർപ്പും രോക്ഷവും വളരെ വലുതായിരിക്കും. ഈ സഹോദരിയുടെ കയ്യിൽ ആപ്പിളും സാധനങ്ങളും വേണ്ട പോലെ പൊതിഞ്ഞു കൊടുത്തതിന് ശേഷം അദ്ദേഹം പോയി കഴിഞ്ഞപ്പോ ഈ വന്ന അമുസ്ലിമായ സഹോദരൻ രോക്ഷത്തോടുകൂടി ക്രോധത്തോടുകൂടി ഈ ബിസിനസ്സുകാരനായ ചെറുപ്പക്കാരനോട് ആക്രോശിക്കാൻ തുടങ്ങി. 2 കച്ചവടം ഒരു ബിസിനസ് കേന്ദ്രത്തിൽ, അതെന്ത് ന്യായമാണ് എന്ന് ചോദിച്ചുകൊണ്ട് ആക്രോശം നടത്താൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അതാണ് പ്രവാചകൻ ജീവിക്കുന്നു മുസ്ലിം ഉമ്മത്തിലൂടെ, നമ്മളിലൂടെ ജീവിക്കണമെന്നുള്ളത് ഞാൻ പറയാനുള്ള കാരണം. അദ്ദേഹം പറയുകയാണ്, ഈ സഹോദരിയുടെ ഭർത്താവും നഷ്ടപ്പെട്ട് മരിച്ചുപോയ വിധവയാണ്. അദ്ദേഹം എൻ്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ആളാണ്. 3 മക്കള് ഈ സഹോദരിക്കുണ്ട്. പക്ഷെ പലപ്പോഴും ഞാൻ പല സാധനങ്ങളും ഒരു ദാനമായി കൊടുക്കുവാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ആ ശ്രമങ്ങളുടെ മുമ്പിലൊക്കെ ആ സ്ത്രീ അത് നിരാകരിക്കുകയാണ് ചെയ്യുക. ആരുടെയും ദാനത്തിനോ ആരുടെയും ഔദാര്യത്തിനോ കാത്തു നിൽക്കാത്ത അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന പെണ്ണാണ് അവൾ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കാരണവശാലും അവരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ ഹബീബായ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാവപ്പെട്ടവനും കഷ്ടപ്പെടുന്നവനും വിധവയുമായ പെണ്ണുങ്ങളുടെയും കഷ്ടപ്പെടുന്നവരുടെയും അവരുടെ ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ വൽ മുജാഹിദി ഫീ സബീലില്ലാ, അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നത് പോലെയാണെന്ന് എന്റെ ഹബീബിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്കൊരവസരം കിട്ടിയത്. ഞാൻ പൈസയില്ലാതെ ഫ്രൂട്ട്സ് കൊടുത്താൽ അവർ വാങ്ങിക്കില്ല. പക്ഷെ എനിക്കറിയാം, ഞാൻ വില കുറച്ച് അവരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. അതുകൊണ്ട് എന്റെ ഫ്രൂട്ട്സിന്റെ വിലയല്ല ഞാൻ നിശ്ചയിച്ചത്. ഞാൻ കൊടുക്കാൻ ധർമ്മത്തിന്റെയും നീതിബോധത്തിന്റെയും മുമ്പിൽ എന്റെ പ്രവാചകന്റെ താത്വികമായ നിലപാട് സമൂഹത്തോട് ഞാൻ സംവദിക്കുന്ന ഒരവസ്ഥ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ നടപ്പാക്കിയ ഒരു രീതി, ഒരു അവസരം മുതലെടുത്തതാണെന്ന് പറയുന്ന ഒരു സാഹചര്യം ഈ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, അഭിമാനത്തോടു ആർജവത്തോടു കൂടി നേരത്തെ അമീർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഹുബ്ബുർ റസൂൽ എന്ന് പറയുന്നത് ഇത്തിബായിലൂടെ ധീരമായ നിലവിലൂടെ ഈ ലോകം മുഴുവൻ എതിർക്കപ്പെടേണ്ടി വന്നാലും പ്രവാചക ചര്യകളെ മുറുകെ പിടിക്കുവാനുള്ള വ്യഗ്രതയും ആർജവും കാണിക്കണമെന്ന് അവിടത്തെ ചര്യയും അവിടത്തെ സ്വഭാവ സഹിഷ്ണുതയുമാണ് ലോകത്തിന്റെ നാനാഭാഗത്തും ഇസ്ലാം എന്ന നവോത്ഥാന ചിന്തയിൽ അധിഷ്ഠിതമായി മുമ്പോട്ട് പോകാൻ കാരണമെന്നുള്ളത് എന്നത് നാം മനസ്സിലാക്കിയേ മതിയാവും. പ്രിയപ്പെട്ട സഹോദരിമാർ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ജീവിതം നൈമിഷികമാണ്. പ്രവാചക ചര്യ എന്നത് പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല. പ്രവാചക ചര്യ എന്ന് പറയുന്നത് സ്ത്രീകളായ നിങ്ങൾക്കും നിങ്ങളിൽ വലിയ ഉത്തരവാദിത്വമുണ്ടെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല, സമയം അവസാനിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മുടെ മുമ്പിൽ ജീവിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പിനെ കുറിച്ച് എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ, നബിതങ്ങളുടെ ചെരുപ്പിനെ കുറിച്ച് മാത്രം എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ പലതാണ്. നാം മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല. നബിതങ്ങളുടെ ചെരുപ്പിനെ കുറിച്ച്, നബിതങ്ങളുടെ ദാടി രോമം എത്ര ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച്, എത്ര രോമം നരച്ചു എന്നതിനെ കുറിച്ച് പ്രവാചക ചര്യന്മാർ പിന്നീടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ കനപ്പെട്ടതാണ്. അപ്പോൾ ഒരു പ്രവാചക ജീവിതത്തെ അന്വർത്ഥമാക്കുവാൻ ജീവിതത്തിന്റെ വൈവിധ്യമാർന്ന മേഖലകളിൽ അന്വേഷണത്വരയോടുകൂടി ഇത്തരം പരിപാടികളിലൂടെ ആർജിച്ചെടുക്കുന്ന ഈമാനിക വിപ്ലവത്തിലൂടെയും മുമ്പോട്ട് പോകണമെന്ന് മാത്രം ഞാൻ ആഹ്വാനം ചെയ്യുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപപ്പെടുത്തിയെടുത്ത ഒരു സമൂഹവും അത് മാനസികമായ പരിവർത്തനത്തിലൂടെയാണ് അത് ആ ഒരു മാറ്റം ഉണ്ടാക്കിയെന്നുള്ള ഒരു സൂചനയും നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാൻ. പഠിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. ഈ റബീഉൽ അവ്വൽ മാസം അതിനുവേണ്ടി നിങ്ങൾ വിനിയോഗിക്കുക. പഠിക്കുവാനും ശ്രവിക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ എല്ലാ മേഖലകളെ കുറിച്ച് മനസ്സിലാക്കുവാനും നമുക്ക് കഴിയട്ടെ. എന്നാൽ ആത്മാർത്ഥമായി ഞാൻ ദുആ ചെയ്യുന്നു. ഈ പരിപാടിക്ക് വേണ്ടുന്ന എല്ലാവിധ ആശംസകളും അഭിവാദനങ്ങളും ഞാൻ നടത്തുകയാണ്. ഈ പരിപാടിയെ മുക്തകണ്ഠം ഞാൻ പ്രശംസിക്കുകയാണ്. അച്ചടക്കമുള്ള ഒരു സമൂഹം,
അച്ചടക്കമുള്ളൊരു സമൂഹം. ഒരാഴ്ചക്കാലത്തോളം മതപ്രസംഗ പരമ്പര പാതിരാ പ്രസംഗം വെച്ചാലും കിട്ടാത്ത ഒരാത്മീയ അനുഭൂതി ഈ അരമണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് ലഭ്യമായി എന്ന് ഞാൻ അമീർ സാഹിബിനോട് പറയുമായിരുന്നു. അമീർ സാഹിബിനോട് ഞാൻ പോയപ്പോൾ പറയുകയാണ്, അമീർ സാഹിബിന്റെ ചരിത്രത്തിന്റെ കെട്ട് വീണ്ടും മുമ്പോട്ട് പോയിരുന്നെങ്കിൽ എൻ്റെ നെഞ്ചകം പിളർക്കുന്ന രീതിയിൽ ഞാൻ കരയുമായിരുന്നു എന്ന് സൂചിപ്പിച്ചു. അത്രത്തോളം ഹൃദ്യമായിരുന്നു ഈ സദസ്സിലൂടെ നമ്മൾ കേൾക്കുന്ന പ്രഭാഷണം. ഇൻഷാ അല്ലാഹ് ഇനിയും പ്രസംഗ രംഗത്ത് വളരെ പ്രഗത്ഭനായ ശിഹാബ് പൂക്കോട്ടൂർ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടിയെ വിജയിപ്പിക്കുമാറാവട്ടെ. ഈ പരിപാടിയെ സംഘാടകർക്ക് വീണ്ടും ദീനിയായ ചടുലമായ മുന്നേറ്റം അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നടത്തുവാനുള്ള തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ കൂടിയിട്ടുള്ള സഹോദരി സഹോദരന്മാർ കൃത്യമായി 5 നേരം നമസ്കരിക്കുകയും ഹറാമുകൾ സൂക്ഷിക്കുകയും ചെയ്യുന്നവരാവണം എന്ന് സൂചിപ്പിക്കുകയാണ്. ഹലാല് ഹറാമുകൾ മിക്സഡായ ഒരു കാലഘട്ടത്തിൽ ഹറാമുകൾ സൂക്ഷിച്ച് നബിതങ്ങളെ ഫോളോ ചെയ്യുവാൻ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.